ഉച്ചയ്ക്ക് എന്ത് ലഞ്ച് ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ എന്നെപ്പോലെ? എന്നാൽ 2 മുട്ടയുണ്ടെങ്കിൽ പിന്നെ കുറച്ച് അരി ഉണ്ടെങ്കിൽ കാര്യം ഈസി തന്നെ. അതിന് വേണ്ടി ആദ്യം മുട്ടയൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി അത് വെക്കുക. അത് ബോയിൽ ആവുന്നവരെ നമ്മൾ നോക്കി എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് അരി എടുക്കുക. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സൂത്തി കോലം റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് യൂസ്. നമ്മൾ മുട്ട തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടായ കുക്കറിലോട്ട് ഇച്ചിരി എണ്ണ, എന്നിട്ട് ആ എണ്ണയിലോട്ട് കട്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഒരു ബേ ലീവ്സും ഒരു സ്റ്റാർ അനീസും ഒരു സിനമൺ അതും കൂടി ഇടുക. എന്നിട്ട് ഇത്ര ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അളക്കുക. ചെറുതായിട്ടൊന്ന് സോൾട്ട് ഇടുക, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടി. സ്ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഒന്ന് നല്ലപോലെ ഹീറ്റ് ആക്കുക. ഉള്ളി നല്ലപോലെ റോസ്റ്റായി. ഇനി നമുക്കിതിനകത്ത് മസാലാസ് ആഡ് ചെയ്യാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കൊറിയൻഡർ പൗഡർ, പിന്നെ ഇച്ചിരി മുളക് പൊടി, പിന്നെ തക്കാളി ഇടുക. കട്ട് ചെയ്തേക്കുന്ന തക്കാളി എടുത്തിടുക. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സൂത്തി കൊല്ലം റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് അളക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് റൈസിന് വേണ്ടി ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ടേസ്റ്റിനനുസരിച്ചിട്ട്. ഇച്ചിരി ഗരം മസാല കൂടി ഇടാം, ജസ്റ്റ് ഒരു പിഞ്ച് മാത്രം. മല്ലിയില ഇഷ്ടമുള്ള ആൾക്കാർക്ക് മല്ലിയില ഇടാം, അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കാം. ഇതിനകത്ത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഇട്ടിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇടാം. നെയ്യ് ഇടുന്ന ആൾക്കാർക്ക് നെയ്യ് ഇടാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 1 വിസിൽ മാത്രം അടുപ്പിക്കാം.